എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു വാഴയ്ക്ക വെച്ചിട്ടുള്ള ഒരു കൂട്ടാനാണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മൾ കൂടുതലായിട്ട് നാടൻ കറികളാണ് കേട്ടോ നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാഴയ്ക്ക വെച്ചിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ വയ്ക്കുന്നത്. നമ്മുടെ വാഴയ്ക്ക നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നേന്ത്രക്കായാണ്. ശരിക്കും പറയണേ നേന്ത്രക്കായന് പകരം നമ്മൾ വേറൊരു വാഴയ്ക്ക ഉണ്ടാവില്ലേ, അതോ ഇല്ലെങ്കിൽ നമ്മുടെ പൊന്തങ്കായ് വാഴയ്ക്കയോ ആണ് കേട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇത് കഴിക്കാൻ തോന്നിയപ്പോൾ പിന്നെ കിട്ടിയത് നേന്ത്രക്കായ് വാഴയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ വിൽക്കുന്ന വാഴയ്ക്കയും അല്ലെങ്കിൽ പൊന്തങ്കാഴയും വാഴയ്ക്കൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുണ്ട. നേന്ത്രക്കായ ടേസ്റ്റ് ഉണ്ട്, എന്നാലും അതോടെ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ഞാൻ ഒരു നേന്ത്രക്കായ എടുത്ത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ 2 ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് ഇത് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ വാഴയ്ക്ക മാത്രമായിട്ട് ഇത് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരു കോംബോ ആയിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വാഴയ്ക്കും ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേഗം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ആ മൺചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ വാഴയ്ക്കയും പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾക്കിത് വേണമെങ്കിൽ നേരെ കുക്കറിൽ വേവിച്ചെടുക്കാം, ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ കൂട്ടാന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഞാനതിലേക്ക് ഉരുളക്കിഴങ്ങിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് ഞാൻ 1 സ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറുത്തെടുക്കുമ്പോൾ നല്ല മണം വരും. ആ സമയത്ത് നമ്മളിത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ വാഴയ്ക്കയിലേക്ക് ചേർത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കൂട്ടിലേക്ക് നമ്മളൊരു 5-6 ചെറിയ ഉള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണമാണ് കേട്ടോ. പിന്നെ അതവിടെ കിടന്നിട്ട് നല്ലപോലെ തന്നെ തിളച്ച് വെന്ത് വരണം. അപ്പം നമുക്കിത് കുക്കറിലാണെങ്കിൽ ഒരു വിസിലടിച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ വാഴയ്ക്കയിലേക്ക് ചേർക്കുന്ന ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നങ്കിമീനാണ് കേട്ടോ. അത് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. നങ്കിമീനും വാഴയ്ക്കയും കൂടെ വറ്റിച്ചതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് വാഴയ്ക്ക തനിച്ചായിട്ടും മീൻ ചേർത്ത് ചെയ്യാം, അതുപോലെ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടും ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്താലും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തലയൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയിട്ട് തോലൊന്ന് നീക്കിയെടുക്കുന്നുണ്ട്. ചിലത് നമുക്കിത് നീക്കാൻ പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേണം ഇത് നീക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ പിന്നെ വെള്ളത്തിലൊന്നും ഇട്ടില്ല. ഇടാണ്ട് തന്നെ നമ്മുടെ തോലൊക്കെ ഒന്ന് ഊരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പം എന്താ പറയുക, നമ്മുടെ മീനിൽ ഒരുപാട് ഉപ്പുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെ ഞാനതിൻ്റെ തോലെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കൂട്ടാൻ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണക്ക മീനൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഉപ്പ് എപ്പോഴും കുറച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. എന്താ പറയുക, നമ്മൾ മീൻ ചേർക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് കൂടെ ഇറങ്ങിയിട്ട് നമ്മുടെ കറിക്ക് ചിലപ്പോൾ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഒരു കൊള്ളി ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ പൂളക്കിഴങ്ങ്, അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 സൈഡും കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ തോലെല്ലാം കളഞ്ഞിട്ട് ഇത് ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഉണക്കമീനിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വേഗം തന്നെ ഒന്ന് വെട്ടിയെടുക്കാൻ പറഞ്ഞിട്ടാണ്. ഇതൊന്ന് ശരിയാക്കി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കറിയിൽ വാഴയ്ക്ക നല്ലപോലെ വെന്ത് വരണ്ട. നമ്മുടെ നാടൻകായ് വാഴയ്ക്ക നാടൻകായ് വാഴയ്ക്കയല്ല, നമ്മുടെ നാടൻ വാഴയ്ക്കയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് വരും. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, നേന്ത്രക്കായ് വാഴയ്ക്ക ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം എടുക്കും കേട്ടോ അത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് 1 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെന്ത് കുഴഞ്ഞാലും നമ്മുടെ കപ്പ കുഴപ്പമൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2-3 വിസിൽ അടുപ്പിച്ചെടുത്താലും കുഴപ്പമില്ല. അതവിടെ വേവാൻ വെച്ചതിന് ശേഷം നമ്മുടെ വാഴയ്ക്കയ്ക്ക് നമ്മളൊരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങ അത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്.
ഇപ്പം നമ്മുടെ കപ്പയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ അത് ഓപ്പൺ ചെയ്യണം. വെള്ളമുണ്ട്. അപ്പോൾ നല്ലപോലെ വേവുന്ന കപ്പയായിരുന്നു. ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇനിയിപ്പോൾ ഉടഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ വെന്തത് പോരെയെന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഉടച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം നമുക്ക് ആദ്യം ഒന്ന് ഊറ്റി മാറ്റാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉടച്ച് വരുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് ഉടയ്ക്കാൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം മാറ്റിയതിന് ശേഷം ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഉടയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവ് തോന്നുന്നത് കൊണ്ട് ഞാൻ പിന്നെ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഉടയ്ക്കണോ അത്രത്തോളം ഉടച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഈ കപ്പയ്ക്ക് നല്ല ഒരു മധുരവും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ചെറിയൊരു താളിപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കപ്പയൊക്കെ ഉടച്ച് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നല്ല ക്രീമി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട്, അതായത് നമ്മളിത് വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ തന്നെ ചൂടായി വന്നതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ല പോലെ തന്നെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ പിന്നെ കപ്പൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കറിവേപ്പിലൊക്കെ ഡയറക്റ്റായിട്ട് എണ്ണയിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ നമ്മുടെ കപ്പിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊക്കെ എന്താ പറയുക, ഈ ഉണക്കമീൻ കറിയുടെ കൂടെ കഴിക്കാനും കപ്പ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണക്കമീൻ കറിയുടെ കൂടെയാണ് നമ്മുടെ കപ്പ കഴിക്കുന്നത്. അങ്ങനെ കപ്പയിലേക്ക് വറവൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടാൻ കൂടെ ഒന്ന് വെന്ത് വരണം. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ വാഴയ്ക്ക നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേന്ത്രക്കായ വാഴയ്ക്ക ആയതുകൊണ്ട് തന്നെ വെന്ത് ഉടഞ്ഞൊന്നും പോയില്ല. നമ്മുടെ സാധാ വാഴയ്ക്കാണെങ്കിൽ വെന്തൊന്ന് ഉടയും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ വാഴയ്ക്ക വെന്തതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ നങ്കിമീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ ചേർത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതേപടി തന്നെ നമുക്ക് ഇറക്കിയിട്ട് നമ്മുടെ കറി ഉപയോഗിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അരപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റാണ്. അരപ്പില്ലാണ്ട് നമ്മൾ ഇതുപോലെ ഇറക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. രണ്ടും നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്ന് ഇത്തിരി തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിവിടെ കിടന്നിട്ട് നല്ല പോലെ തിളച്ച് വരണം കേട്ടോ. തിളച്ച് ഒന്ന് നല്ലപോലെ പറയുമ്പോൾ നല്ലപോലെ ഒന്ന് തിളയ്ക്കുക, നന്നായിട്ടൊന്ന് തിളയ്ക്കുക. ഒരുപാട് തിളച്ചിട്ട് നമ്മുടെ തേങ്ങ പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലാകരുത്. പക്ഷേ നല്ലപോലെ ഒരു നൊരയും പതയും വരുമല്ലോ, ആ ടൈമിൽ നമുക്കത് ഓഫ് ചെയ്തെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ടാൻ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 തിളയ്ക്ക് തന്നെ നമ്മുടെ നങ്കിമീനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാട് തിളപ്പിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ വെന്ത് കലങ്ങിപ്പോകും കേട്ടോ. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൺചട്ടി ആയതുകൊണ്ടാണ് അത് വീണ്ടും ഇങ്ങനെ തിളയ്ക്കുന്നത്. ഇതിലേക്ക് ഒരു കറിവേപ്പില ചേർത്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കടുക് വറുക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ വറ്റിക്കുന്നതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കുക. അങ്ങനെ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ വെച്ചിട്ടുള്ള വറ്റിച്ചതും അതുപോലെ തന്നെ നമ്മുടെ കപ്പ ഉടച്ചതും നല്ല ടേസ്റ്റാണ് രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വിളമ്പി എടുക്കാം അല്ലേ. നമ്മുടെ പാത്രത്തിലേക്ക് നല്ല ചൂടായിട്ടുള്ള നമ്മുടെ മട്ടേരി ചോറ് വിളമ്പി കൊടുത്തു. അതിൻ്റെ ഒരു സൈഡായിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കപ്പ കുറച്ചുകൂടെ ഗ്രേവി പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറ്റിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഉണക്കമീനും അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്കും, അതായത് നമ്മുടെ നങ്കിമീനും വാഴയ്ക്കയും കൂടെ വറ്റിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തിളച്ചതുകൊണ്ട് തന്നെ നമ്മുടെ മീനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. മീൻ ഉടഞ്ഞ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചോറിങ്ങനെ കഴിക്കുന്ന സമയത്ത് മുള്ള് വായിക്കുത്താനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് 2 തിളച്ച് കഴിഞ്ഞാൽ തന്നെ മീൻ വെന്തിട്ടുണ്ടാകും. ഇപ്പം നമ്മുടെ മീൻ ചാറും നമ്മുടെ കപ്പയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ചോറിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല നാടൻ വിഭവമായിട്ടുള്ള നമ്മുടെ കപ്പയും ഉണക്കനങ്കി വറ്റിച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോംബോ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു കഷ്ണം മീനൊക്കെ ഇങ്ങനെ പിച്ചി എടുക്കുകയാണ് കേട്ടോ. വറുക്കുന്നതിനെക്കാട്ടിലും
ഇതുപോലെ ചാറ് വെച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദും ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ചൂടോടെ ഇതുപോലെ എല്ലാം കൂടെ കുഴച്ച് കഴിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സും വയറും ഒരുപോലെ നിറയും കേട്ടോ. മനസ്സും വയറും ഒരുപോലെ നിറയാൻ ഇങ്ങനെയുള്ള നാടൻ കറികൾക്ക് അല്ലാണ്ട് വേറെ ഒരു കറികൾക്കും സാധിക്കില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.